സമഗ്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഇറ്റ് ഈസ് മൈ ബ്രദേഴ്സ് ഹൂ ഡാഷ് എബ്രോഡ്. ഇറ്റ് ഈസ് മൈ ബ്രദേഴ്സ് ഹൂ ഡാഷ് എബ്രോഡ്. വർക്ക് ഓപ്ഷനിലുണ്ട്, വർക്ക്സ് ഓപ്ഷനിലുണ്ട്, വർക്ക്ഡ് ഓപ്ഷനിലുണ്ട്, ഈസ് വർക്കിംഗ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലാറാണ്. അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന വെർബുകൾ സിംഗുലാർ ആയിരിക്കും. എന്നാൽ അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, ഇറ്റ് കഴിഞ്ഞ് സിംഗുലാർ വെർബ് കഴിഞ്ഞ് തുടർന്ന് വരുന്ന സബ്ജക്റ്റുകൾ പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറല്, തുടർന്ന് വരുന്ന സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ ആയിരിക്കണം. അപ്പോൾ ഇറ്റിന് ശേഷം സിംഗുലാർ വെർബ് തുടർന്ന് അതിനെ തുടർന്ന് ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ആ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ, ആ വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ നോക്ക്, ഇവിടെ ഇറ്റിനെ തുടർന്ന് ഈസ് എന്ന് പറയുന്ന സിംഗുലാർ വന്നിട്ടുണ്ട്. തുടർന്ന് വരുന്ന സബ്ജക്റ്റ് ഏതാണ്? മൈ ബ്രദേഴ്സ്. മൈ ബ്രദേഴ്സ് എന്ന് പറയുന്ന പ്ലൂറലാണ്, അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. വർക്ക് പ്ലൂറലാണ്, വർക്ക്സ് എന്ന് പറയുന്നത് സിംഗുലാറാണ്. വർക്ക്ഡ് എന്ന് പറയുന്നത് V2 ഫോമിലെ വെർബ് സിംഗുലാറുമായിട്ട് ഉപയോഗിക്കാം, പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ഈസ് വർക്കിംഗ് എന്ന് പറയുന്നത് സിംഗുലാറാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വർക്ക്സ് എന്ന് പറയുന്നതും കട്ട് ചെയ്ത് കളയാം, അതേപോലെ ഈസ് വർക്കിങ്ങും കട്ട് ചെയ്ത് കളയാം. വർക്കും ഉണ്ട്, വർക്ക്ഡും ഉണ്ട്. ഇനി അതിൽ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വർക്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന വെർബാണ്. വർക്ക് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആണ്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി ക്വസ്റ്റ്യനിലുള്ളത് കൊണ്ട്, ഈസ് പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി ആയതുകൊണ്ടും നമുക്ക് ഉത്തരം ഏത് വരുന്നു? വർക്ക് എന്ന് പറയുന്ന പ്ലൂറൽ ഫോമിലെ വെർബ് ഉത്തരമായി വരുന്നു. രണ്ടാമത്തെ ചോദ്യം, ദ കളേഴ്സ് ഓഫ് റെയിൻബോ. ദ കളേഴ്സ് ഓഫ് റെയിൻബോ ഡാഷ് ബ്യൂട്ടിഫുൾ. ദ കളേഴ്സ് ഓഫ് റെയിൻബോ ഡാഷ് ബ്യൂട്ടിഫുൾ. ഈസ് ഓപ്ഷനിലുണ്ട്, ആർ ഓപ്ഷനിലുണ്ട്, വാസ് ഓപ്ഷനിലുണ്ട്, ഹാസ് ഓപ്ഷനിലുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? നമുക്ക് കൺഫ്യൂഷൻ വരാം. എല്ലാവരും ശ്രദ്ധിക്കുന്നത് നമുക്ക് ഡാഷിന് മുന്നിൽ കിടക്കുന്ന വാക്കിനനുസരിച്ച് നമ്മൾ പൊതുവേ ഉത്തരങ്ങൾ എഴുതാറുണ്ട്. എന്നാൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ദ കളറാണ്, ദ കളേഴ്സ് ആണ്. ദ കളേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം, അല്ലെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ദ കളേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇപ്പോൾ ഓപ്ഷനിൽ ഈസ് സിംഗുലാർ ആണ്, ആറ് പ്ലൂറലാണ്, വാസ് സിംഗുലാർ ആണ്, ഹാസ് സിംഗുലാർ. നമുക്ക് ഉത്തരം ഏത് വരുന്നു? ആർ എന്ന് പറയുന്ന ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. മൂന്നാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. താഴെ തന്നിരിക്കുന്ന ഇഡിയംസ് അതിന് ഉചിതമായ മീനിങ്ങുമായിട്ട് മാച്ച് ചെയ്ത് എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഒന്നാമത്തത് ആപ്പിൾ ഓഫ് വൺസ് ഐ, രണ്ടാമത്തത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, മൂന്നാമത്തത് ആപ്പിൾ ബാഡ് ആപ്പിൾ, നാലാമത്തത് ആപ്പിൾ പൈ ഓർഡർ, അഞ്ചാമത്തത് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. നമുക്ക് നോക്ക് ഒന്നാമത്തെ ആപ്പിൾ ഓഫ് വൺസ് ഐ. നമുക്കറിയാം കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫേവറേറ്റ് പേഴ്സൺ എന്നാണ്. ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞ മീനിങ് എന്താ ഉണ്ടായി? ഫേവറേറ്റ് പേഴ്സൺ. മറുഭാഗത്ത് നമുക്ക് ബാഡ് പീപ്പിൾ ഉണ്ട്, ഫേവറേറ്റ് പേഴ്സൺ ഉണ്ട്, പെർഫെക്റ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് പീപ്പിൾ ഉണ്ട്, കോസ് ഓഫ് കോറൽ ഉണ്ട്. ഇതിൽ ഏത് വരും? ആപ്പിൾ ഓഫ് വൺസ് ഐ മീൻസ് ഫേവറേറ്റ് പേഴ്സൺ. രണ്ടാമത്തെ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ഡിസ്കോർഡിൻ്റെ അർത്ഥം കോറൽ എന്നാണ്, വഴക്കെന്നാണ്. അപ്പോൾ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? കോസ് ഓഫ് കോറൽ ഒന്ന്. രണ്ടാമത്തത് ഡിയുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ, ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് പീപ്പിൾ എന്നാണ്. ബാഡ് ആപ്പിൾ മീൻസ് ബാഡ് പീപ്പിൾ. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് പീപ്പിൾ. അടുത്തത് ആപ്പിൾ പൈ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓർഡർ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി? പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ്. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ്. ലാസ്റ്റത്തെ ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി? ഡിഫറെൻ്റ് ഇല്ലേ? ആപ്പിൾ ഓറഞ്ചും ഡിഫറെൻ്റ് ഇല്ലേ? അതുകൊണ്ട് ഡിഫറെൻറ്റ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ആപ്പിൾ ഓഫ് വൺസ് ഐ മീൻസ് ഫേവറേറ്റ് പേഴ്സൺ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് മീൻസ് കോസ് ഓഫ് കോറൽ, ബാഡ് ആപ്പിൾ മീൻസ് ബാഡ് പീപ്പിൾ, ആപ്പിൾ പൈ ഓർഡർ മീൻസ് പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ്, ആപ്പിൾ ആൻഡ് ഓറഞ്ച് മീൻസ് ഡിഫറെൻറ്റ് പീപ്പിൾ. നാലാമത്തെ ചോദ്യം, ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഇത് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് തരം സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് വെർബിലോ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കുകളാണെങ്കിൽ, ഏതൊക്കെ വാക്ക്? വെർബിൽ തുടങ്ങാം. പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിലാണെങ്കിൽ ഒരു ഡോണ്ട് മതി. ഡോണ്ട് മുതലായ വാക്കുകളിലാണ് തുടങ്ങുന്നതെങ്കിൽ ആ സെൻറ്റൻസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആയിരിക്കും? ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ ആയിരിക്കും. വെർബിൽ തുടങ്ങാം. പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പരേറ്റീവ് ആയിരിക്കും. അഫർമേറ്റീവ് ഓപ്ഷനിലുണ്ട്, നെഗറ്റീവ് ഓപ്ഷനിലുണ്ട്.
ഇമ്പരേറ്റീവ് ഓപ്ഷനിലുണ്ട്, ഇൻ്ററോഗേറ്റീവ് ഓപ്ഷനിലുണ്ട്. നമുക്ക് ഉത്തരം ഏതാണ്? ഇമ്പരേറ്റീവ്. 5ാമത്തെ ചോദ്യം, ഷീ ഈസ് ടു ടൈഡ് ടു വാക്ക്. ഷീ ഈസ് ടു ടൈഡ് ടു വാക്ക്. ഐഡൻറ്റിഫൈ സെൻറ്റൻസ് ആണ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് ഏത് തരം സെൻറ്റൻസ് ആണെന്ന് കണ്ടെത്താനാണ്. സിമ്പിൾ ഓപ്ഷനിലുണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങൾ ഓർക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING. ഏതൊക്കെ വാക്കുകൾ? ഇൻസ്പൈറ്റ് ഓഫിൽ തുടങ്ങാം, ഡെസ്പൈറ്റ് ഓഫിൽ തുടങ്ങാം, INGയിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ, 2+V1 വരുന്ന സെൻറ്റൻസുകൾ, ബിസൈഡ്സ് എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന സെൻറ്റൻസ്, to വരുന്ന സെൻറ്റൻസ്, to വരുന്ന സെൻറ്റൻസ്. ഏതൊക്കെ വാക്കുകൾ? ഇൻസ്പൈറ്റ് ഓഫിൽ തുടങ്ങുന്ന സെൻറ്റൻസ്, ഡെസ്പൈറ്റ് ഓഫിൽ തുടങ്ങുന്ന സെൻറ്റൻസ്, INGയിൽ തുടങ്ങുന്ന സെൻറ്റൻസ്, 2+V1 വരുന്ന സെൻറ്റൻസ്, ബിസൈഡ്സ് തുടങ്ങുന്ന സെൻറ്റൻസ്, ബിസൈഡ്സിൽ തുടങ്ങുന്ന സെൻറ്റൻസ്, 2+ അല്ലെങ്കിൽ 2 വരുന്ന സെൻറ്റൻസ്, to വരുന്ന സെൻറ്റൻസ്. ഒക്കെ ഇനി നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കാം. ഇതിനെയൊക്കെ എന്താണെന്ന് വിളിക്കാം? സിമ്പിൾ സെൻറ്റൻസുകളെന്ന് വിളിക്കാം. അതുകൊണ്ട് നമുക്ക് 2 തന്നിരിക്കുന്ന ചോദ്യത്തിൽ 2 ഉണ്ട്. അതുകൊണ്ട് ആ സെൻറ്റൻസ് നമുക്കെന്ന് വിളിക്കാം? സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കാം.